നമ്മൾ കണ്ടുകൊണ്ടേൻ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ. ഇതിൽ ആരൊക്കെയാന്നറിയോ? പിന്നെ മമ്മൂട്ടി, ഐശ്വര്യ റായും മറ്റേ പാട്ടൊക്കെ ഉള്ള കണ്ടുകൊണ്ടേ. തമിഴിൽ പേസു. സാപ്പാട് സൂപ്പർ. താങ്ക് യു. ഇതാ മുട്ടുവാൾ. ഇത് ഡേ 3 ആയോ? 2 അല്ലേ? Come on, ജിഷ്ണു. ഇത് നമ്മൾ എത്രാമത്തെ ദിവസം? നാളത്തേക്ക് ഡേ 3 ഇപ്പഴേ പറഞ്ഞിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് വോയിസ് എന്റെയാണ്. அண்ணாச்சி நீங்க இங்க தாமசிருக்கு. என் பெரிய வீடு இது. நீ யாரு? நீ சின்ன வீடு எங்க? அது வேற அர்த்தம் ഉണ്ട്. ആണോ? സോറി. പിന്നാടി ഞാൻ ഡ്രോപ്പ് பண்ணிடுறேன். 50 രൂപ മട്ടം തന്നെ പോക്കറ്റ് വെക്കും. 50 രൂപയ്ക്ക് കിടക്കാതെ 50 രൂപ ഒരു ദുരന്ത കഥയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജിഷ്ണു എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല ചൂട്. ஆனா விஜய் ரொம்ப நல்ல ஆளு. எழுதி கொடுத்தா படிப்பேன். അത്രേ ഉള്ളു. நடிகை നടിക. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ ചെട്ടിനാടിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ 10 പേരാണ് പോകുന്നത്, 2 കാറിലായിട്ട്. കോഴിക്കോട് ടു ചെട്ടിനാട് ഏകദേശം 9-10 hours ഡ്രൈവ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഡിണ്ടിഗളിൽ ഇന്ന് നൈറ്റ് നിന്ന് നെക്സ്റ്റ് ഡേ രാവിലെ ചെട്ടിനാടിലേക്ക് പോകാമെന്നാണ് പ്ലാൻ. അപ്പം നമ്മൾ പാലക്കാട് ഏരിയയിലൊക്കെയാണ് ഒരു ഡിന്നർ ബ്രേക്ക് എല്ലാം എടുത്ത്, എന്നിട്ട് ലേറ്റ് നൈറ്റ് ഡിണ്ടിഗൾ എത്തി. അപ്പം ഈ കാണുന്നതാണ് നമ്മളുടെ ഡിണ്ടിഗളിലെ സ്റ്റേ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അടുത്തുനിന്ന് കഴിച്ച് നേരെ ചെട്ടിനാടിലേക്ക് വിടുകയാണ്. ചെട്ടിനാടിലേക്ക് ഈ ഡിണ്ടിഗളിൽ നിന്നൊരു അറൗണ്ട് 2 hours ജേണിയാണ് ഉള്ളത്. ഞങ്ങളുടെ റോഡ് ട്രിപ്പ് ദസറ ടൈം ആയതുകൊണ്ട് തന്നെ ചെട്ടിനാട് സ്റ്റേസിനെല്ലാം നല്ല ഡിമാൻഡ് ആയിരുന്നു. അപ്പം 30 minutes അവേ ഫ്രം ചെട്ടിനാട് മിഥിലാപ്പട്ടിയിലെ മിഥില എക്കോ സ്റ്റേ ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. നല്ല സ്റ്റേ ആയിരുന്നു, പക്ഷെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ആൻഡ് എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയില്ല. കാരണം ഞങ്ങൾക്കൊക്കെ ഇന്ന് സാരി ഇട്ടിട്ട് വേണം ചെട്ടിനാടിലേക്ക് ഇറങ്ങാൻ. അപ്പം നല്ല ടൈം എടുക്കുമല്ലോ. രണ്ട് മണിക്കൂറിനൊടുവിൽ സാരിയൊക്കെ ഇട്ടിട്ട് ഇറങ്ങി. പക്ഷേ ഇതാണ് ഇന്നത്തെ ദുരന്ത കഥ. സാരി ഇട്ട് അവർ മുണ്ട് ഇട്ടിട്ട് ഞങ്ങൾ ആത്തൻകുടി പാലസിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴേക്ക് ബംഗുവിൻ്റെ കാറിൻ്റെ ടയർ പഞ്ചർ ഹോ ഗയാ. ഇവിടെ നിന്നാണെങ്കിൽ അങ്ങോട്ടേക്ക് 1/2 മണിക്കൂറുണ്ട്. എന്നാൽ പിന്നെ ഇവർ ഈ ശരിയാക്കുന്ന ഗ്യാപ്പിൽ ഞങ്ങൾ പോയി പൂ വാങ്ങാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അണിഞ്ഞൊരുങ്ങി സാരി എല്ലാം 2 മണിക്കൂർ ഇട്ടിട്ട് ലാസ്റ്റ് എന്തും പറയാനുണ്ടോ ഈ അവസരത്തിൽ? എന്ത് പറയാൻ, പൂ പോലും ഇല്ല. അതെ, കഷ്ടപ്പെട്ട് ഒരുങ്ങി കെട്ടി ചെക്കന്മാരെ പാലസ് അവർ പറയും ഹോളിഡേ ആണ്, അടച്ചിരിക്കുകയാണ്. ഇപ്പൊ സമയം ഏകദേശം 2:30. 4:30 പാലസ് അടയ്ക്കും. ഞങ്ങൾ ഫുഡും കഴിച്ചിട്ടില്ല. നൈസ്. എല്ലാരും ഒരുങ്ങി കെട്ടിച്ച് മുണ്ടും സാരിയും ഒക്കെ ഞങ്ങൾ കാറെല്ലാം ശരിയാക്കി. വിശപ്പിന് ഞങ്ങൾ മറന്നും കൊണ്ട് ആത്തൻകുടി പാലസിലേക്ക് കയറാന്ന് വെച്ചു. കാരണം 4:30 ഈ സംഭവം അടക്കിയല്ലോ. ഉച്ചയ്ക്ക് ഞങ്ങൾ 2 ബിസ്ക്കറ്റാണ് കഴിച്ചത്. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. അത്യാവശ്യം സാരി എല്ലാം ശരിയാക്കണമെങ്കിൽ അത് അർജു വരണം. ഈ ചെട്ടിനാട് എന്ന് പറയുന്ന സ്ഥലമില്ലേ, ഈ തമിഴ്നാട്ടിലെ തന്നെ ഒരു റിച്ച് വില്ലേജ് എന്ന് പറയാം. അതായത് ലാൻഡ് ഓഫ് ചെട്ടിയാർസ് എന്നാണ് ഈ ഒരു സ്ഥലത്തിനെ പറയുന്നത്. ഇവിടുത്തെ കുറേ റെസിഡൻസ് എല്ലാം പറഞ്ഞാൽ പുറത്ത് സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെല്ലാം ട്രേഡ് ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ഐറ്റംസ് ആണ് ഈ മാൻഷന്റെ എല്ലാം ഡെക്കറേഷനും ആർക്കിടെക്ചറിനെല്ലാം കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മാൻഷൻസ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ലൈം സ്റ്റോൺ ഉണ്ട്, അതായത് കാരൈ എന്ന് പറയുന്നത്. അത് വെച്ചാൽ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ആൻഡ് ഈ വാളെല്ലാം പോളിഷ് ചെയ്തൊരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടാൻ വേണ്ടി എഗ് വൈറ്റും പാം ഷുഗറും കൂടെ മിക്സ് ചെയ്ത പേസ്റ്റ് ഒക്കെയാണ് ആ ഒരു കൂൾ എഫക്റ്റിന് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. എല്ലാം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാട്ടോ ഈ മാൻഷനെല്ലാം. ഇപ്പം ഇതിലെല്ലാം അധികവും എൻട്രി ഫീ വെച്ചാൽ കയറ്റുന്നത്, ചിലതെല്ലാം ഫ്രീയും ആയിരിക്കും. ഞങ്ങൾ പോയ ആത്തൻകുടി പാലസിലും ലക്ഷ്മി ഹൗസ് മാൻഷനിലും 2 സ്ഥലത്തും എൻട്രി ഫീ ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളെല്ലാം തളർന്നിരിക്കുകയാണ്. അപ്പം
ഇവിടെ അടുത്തൊന്നും വലിയ വലിയ റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ല. അപ്പം ചെറിയൊരു പൊറോട്ട കട കണ്ടു, ഒരു അപ്പൂപ്പൻ ഉണ്ടാക്കുന്നത്. അവിടെ കയറി എന്തെങ്കിലും കഴിച്ച് നിർവൃതി അടങ്ങാമെന്ന് കരുതി, ഒരു മേജർ ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ. ഒരു പ്ലേറ്റും 10 കയ്യും. വിശക്കുണ്ടോ ബെങ്കു? തൽക്കാലത്തെ വിശപ്പടക്കിയിട്ട് ഞങ്ങൾ നേരെ അവിടുത്തെ ഫേമസ് KGB റെസ്റ്റോറൻറ്റിൽ പോയി. പക്ഷേ നവമിയൊക്കെ ആയതുകൊണ്ട് അവിടെ ഫുഡൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ നെക്സ്റ്റ് റെസ്റ്റോറൻറ്റിലേക്ക് പിടിച്ചു, ഗോഡ് ഫാദർ. നല്ല വിശപ്പുകൊണ്ടാണോ എന്നറിയില്ല, ഫുഡെല്ലാം കിടിലായിരുന്നു. പിന്നെ പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിലും ഓവർ എക്സ്പെൻസീവ് ഒന്നും അല്ലായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഇത്ര കഴിച്ചിട്ടും ഒരു റീസണബിൾ റേഞ്ചിലെ റേറ്റ് വന്നുള്ളൂ. എനിക്ക് കറക്റ്റ് റേറ്റ് എത്രയാണെന്ന് ഓർമ്മയില്ല. സാരി എല്ലാം ഇട്ട് തളർന്നുകൊണ്ട് ഇനിയിപ്പം നേരെ വീട് പിടിക്കാനാണ്, മിഥിലാപ്പട്ടി പിടിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങൾ സ്റ്റേ എത്താറായപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കണ്ടതാണ് ഈ ഒരു പരിപാടി. അപ്പോൾ അവിടെ അവരുടെ എന്തോ ആചാരമായിരുന്നു, നവമീൻ്റെ അന്ന് ഈ എറിയുന്ന അമ്പ് പിടിക്കുന്ന ആൾക്ക് എന്തോ ഭാഗ്യം കിട്ടുന്നു. പിന്നെ എന്തോ ഒരു വാഴ അതിന് പറക്കുന്ന ഒരു നാരെടുത്ത് അത് ഇവർ വീട്ടിൽ പൂജാ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ അതെന്തോ ഭാഗ്യം കൊണ്ടുവരുന്നൊക്കെയായിരുന്നു അവരുടെ വിശ്വാസം. നമ്മളതെല്ലാം കണ്ടു അവിടെ ഇരുന്നു. ഇത് കഴിഞ്ഞ് നേരെ ടയർഡായതുകൊണ്ട് റൂമിൽ പോയി. പക്ഷേ ലഞ്ച് വൈകുന്നേരം ആയതുകൊണ്ട് എല്ലാവരും ഡിന്നർ വേണ്ടാന്ന് പറഞ്ഞു. അവസാനം രാത്രി 11 മണിയായപ്പം വിശന്നു. രാത്രി 11 മണിക്ക് ഫുഡ് തപ്പി പോവാണ് ഗൈസ്. ഫുഡ് കിട്ടുമെന്ന് അറിയില്ലെങ്കിലും എല്ലാവരും ബെഡിങ് കിടക്കിയെടുത്തറിയും. കാണുന്നതാണ് സൗമ്യ. തൊട്ടടുത്തൊന്നും വേറെ ഫുഡ് കട ഇല്ലാത്തതുകൊണ്ട് അവസാനം ഞങ്ങൾ പോയിട്ട് ഒരു കുഞ്ഞി കട കണ്ടുപിടിച്ചതാണ്. അവിടെ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് ഫുഡേ ഉണ്ടായിരുന്നുള്ളൂ. അവർ അടയ്ക്കാൻ നിൽക്കുകയായിരുന്നു. നവമീൻ്റെ സമയം ആയതുകൊണ്ടാണോ ഈ തിരക്ക് എന്ന് അറിയില്ല. രാത്രി ഫുഡൊന്നും കഴിക്കാനില്ലാത്തപ്പം ഗ്രേവി മറ്റന്നാ ഇരിക്കും. പറവില്ലേ? പറവില്ലേ? പറവിറക്ക്. രാത്രി ആയില്ലേ? പറയൊന്നുമില്ല. പറവിറക്ക്. നമ്മള് സെക്കൻഡ് ഫുഡ് സ്പോട്ടിൽ വന്നതാണ്. മാറിയോ അർജു? വിശപ്പ് മാറിയോ? നമ്മളെ സ്റ്റേയിൽ ഈ ബ്യൂട്ടിഫുൾ ടെറസ് ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. കാരണം നല്ല വെയിലത്താണ് ഞങ്ങൾ എണീറ്റ് ഇങ്ങോട്ട് വന്നത്. ഇന്നാണെങ്കിൽ ഇവിടുന്ന് ചെക്കൗട്ട് വേണം. അപ്പോൾ ഇന്നലെ സാരി ഉടുത്തും ടയർ പഞ്ചറായും കളഞ്ഞ സമയം കാരണം നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അതെല്ലാം ഇന്ന് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് പ്ലാൻ ലക്ഷ്മി ഹൗസ് മാൻഷൻ കാണാൻ പോകാനാണ്. ഇവിടുത്തെ സ്ട്രീറ്റ്സിലൂടെ എല്ലാം പോകുമ്പോൾ എന്ത് ഭംഗിയാണെന്ന് അറിയോ? സൈക്കിൾ ചെയ്യാൻ അടിപൊളിയായിരിക്കും. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ബട്ട് നടന്നില്ല. പിന്നെ ഈ മാൻഷൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. അപ്പം കയറുന്ന എൻട്രൻസ് വരെ എടുത്തിട്ടുണ്ട്. ഈ ലക്ഷ്മി ഹൗസിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു നെല്ലി ഹാൻഡ്ലൂംസ്. ഇവിടെ ഇവർ തന്നെ നെയ്യുന്ന സാരിയാണ് ഇവരിവിടെ സെല് ചെയ്യുന്നത്. അപ്പം നമുക്ക് നെയ്ത്തെല്ലാം കാണാൻ പറ്റും അവർ 2 സൈഡിലായിട്ട് ചെയ്യുന്നത്. പല റേഞ്ചിലുള്ള സാരീസ് ഇവിടെ ഉണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാരി കേട്ടോ. കാരണം ഇവർ നന്നായി ഇവിടെ നിന്ന് നെയ്യുന്നതാണ്. അവരവിടുന്ന് നെയ്ത് നോക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കയറിയിരുന്നു. എന്നിട്ട് എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ പറഞ്ഞു തന്നു. അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കൊളാക്കി കയ്യിൽ കൊടുത്തിട്ടുണ്ട്. വിജയ് ആരാധകർ. அതെ அவளை வச்சு பாரதிய ஜனதா கட்சி ஆட்டுறாங்க. அந்த உதயநிதி ஸ்டாலினும் நடிகர் தானே? அவர் நடிகர். அவர் நம்பர்ல இல்லையே. இல்ல அவரெல்லாம் வந்து போயிட்டே வந்துகிட்டே இருப்பாங்க. இதெல்லாம் சும்மா കരുണാനിധി കാലത്തിലെ DMK. നമ്മളൊരു ടൈൽ ഫാക്ടറിന്റെ അടുത്താണ്. ടൈൽ ഫാക്ടറി ഒന്നല്ല, ഞങ്ങള് ഷിഫ്റ്റിലാണ് ഇതൊക്കെ. ഞങ്ങള് സാരി വീവിങ് ചെയ്യായിരുന്നു. അപ്പൊ ഞങ്ങളെ വീവിങ്ങിന് വിളിച്ചു, ടൈല് മേക്കിങ്ങിന് വിളിച്ചു. അടുത്തത് മെസ്സിന് ഫുഡ് ഉണ്ടാക്കാൻ വിളിച്ചിട്ടുണ്ട്. ടൈൽസ് പാക്കാം. ഞങ്ങൾക്ക് ഇന്ന് അവധി ആയതുകൊണ്ട് ഉണ്ടാക്കുന്നത് കാണാൻ പറ്റില്ല. ഇതൊക്കെയാണ് ആത്തൻകുടി ടൈൽസ്. പേര് சொல்லு. இதுவே பேர் சொல்லு. பேர் என்ன சொல்லு? பேர் என்ன? தீபன். പേര് നല്ല இருக்கும். ഇതൊക്കെ തമ്പിയാ അണ്ണനാ? അണ്ണൻ. ഈ ചെട്ടിനാടുള്ള മാൻഷൻസിലെല്ലാം യൂസ് ചെയ്തിരുന്ന ടൈൽസ് ആദ്യമൊക്കെ ഇമ്പോർട്ടഡ് വൺസ് ആയിരുന്നു. അപ്പോൾ അത് ഭയങ്കര കോസ്റ്റ്ലി ആയപ്പം അവർ അവിടെ തന്നെ ലോക്കലി ആത്തൻകുടിയിൽ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് ഈ ഒരു ടൈൽസ്.
അത് നാച്ചുറൽ ആയിട്ടുള്ള അവിടുത്തെ ലോക്കൽ സാൻഡും സിമെന്റും ഓക്സൈഡ്സ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതപ്പോൾ വെറും വെള്ളം യൂസ് ചെയ്തേ ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ. മീൻസ് അങ്ങനത്തെ ഫ്ലോർ ക്ലീനേഴ്സ് ഒന്നും ഇതിന്റെ മേലെ യൂസ് ചെയ്യരുത്, കാരണം റിയാക്ഷൻ വരും. പ്രൈസ് എത്ര ഇത്? 45. ഒരു ടൈലിക്ക് താനേ ഒരു ടൈലിക്ക് 45, അത് 25. ആത്തൻകുടി ടൈൽ മേക്കിംഗ് പ്രോസസ്സാണ് ഈ കാണുന്നത്. അന്ന് ഹോളിഡേ ആയിട്ട് പോലും അവർക്ക് അർജന്റ് ഓർഡർ ഉള്ളതുകൊണ്ട് അവരത് ചെയ്യുന്നുണ്ടായി. പിന്നെ നമ്മളിവിടെ കാണാൻ വന്നുകൊണ്ട് അവർ നമ്മൾ ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് കാണിച്ചു തന്നു. ഇത് ആത്തൻകുടിയിൽ ഉണ്ടാക്കുന്നതാണെങ്കിലും ഇത് ഇവർ മാത്രമല്ല യൂസ് ചെയ്യുന്നത്. ഇത് നമുക്കെല്ലാം വേണമെങ്കിൽ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവർ നമുക്ക് ഉണ്ടാക്കി തരുന്നതായിരിക്കും, എന്നിട്ട് നമുക്ക് അയച്ചു തരും. അതുപോലത്തെ ഒരു അർജന്റ് ഓർഡർ കിട്ടിയതാണ് അവരിപ്പോൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പാറ്റേണിൻ്റെ അച്ച് അവരുടെ ഉണ്ടാവും. അതനുസരിച്ചിട്ട് അവർ ആ പാറ്റേൺ, നമ്മൾ പറയുന്ന പാറ്റേൺ വെച്ചിട്ട് അവർ നമുക്ക് ചെയ്തു തരും. ഇപ്പം ഇതിൽ ഇവർ ഈ കാണുന്ന ഈ ഒരു യെല്ലോ ആൻഡ് വൈറ്റ് പാറ്റേണിലുള്ളതാണ് ചെയ്യുന്നത്. അത് സിമ്പിൾ ഡിസൈൻ ഓരോ ടൈലും ഒരു കട്ട് ചെയ്ത ഗ്ലാസിൻ്റെ മേലാണ് ഇവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആ ടൈൽ എടുത്തു കഴിഞ്ഞാൽ ആ ഗ്ലാസ്സിനെ കഴുകി വൃത്തിയാക്കിയിട്ട് അവിടെ തന്നെ സൈഡിൽ വെക്കും, നെക്സ്റ്റ് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് അടുത്താണ് കണ്ടുകൊണ്ടേൻ മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ. അപ്പോൾ പിന്നെ അവിടെ പോകാതെ പോകുന്ന മോശമല്ലേ? പണിയെല്ലാം നടക്കുകയാണ്, ഇത് ഓപ്പൺ അല്ല, അപ്പോൾ പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഒടുക്കത്തെ ചൂട് കാരണം ഒരു ചേച്ചി ഇതിൻ്റെ മുമ്പ് തന്നെ ജ്യൂസ് വിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാവാം ലഞ്ച് എന്ന് കരുതി ഞങ്ങൾ അത് കുടിക്കുകയാണ്. മമ്മൂട്ടിക്ക ജ്യൂസ്, പാട് മമ്മൂട്ടിക്ക ജ്യൂസ്, കുമ്മട്ടി. ഇനി ഇവിടുത്തെ മെയിൻ ഫുഡ് സ്പോട്ടായിട്ടുള്ള ശ്രീപ്രിയ മെസ്സിൽ പോയി ഒരു ലഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ചെട്ടിനാടുന്ന് നേരെ മധുരയ്ക്ക് വിടാം. ഇവിടെ നല്ല തിരക്കായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പഴയ പ്രിയ മെസ്സ്. 5 മിനിറ്റ് ദൂരെ വേറൊരെണ്ണം ഇവരുടെ അണ്ണം തുടങ്ങിയതും ഉണ്ട്. കിഡിലും ഫുഡായിരുന്നു, ഒരു രക്ഷയില്ല. ഞങ്ങൾ വയറ് നിറയെ കഴിച്ചു. അപ്പോൾ ചെട്ടിനാട് വരുന്നവർ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ടാണ് ശ്രീപ്രിയ മെസ്സ്. ഇതോടുകൂടി ചെട്ടിനാട് വ്ളോഗ് ഇവിടെ തീരുകയാണ് സുഹൃത്തുക്കളെ. അപ്പം ഇനി മധുരയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ നിന്ന് ഒരു 3.5 hours മാപ്പ് കാണിക്കുന്നത്. എപ്പോൾ എത്തുന്നൊന്നറിയില്ല. മധുരയിൽ എൻ്റെ കയ്യിൽ ഇടാൻ വീഡിയോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് മധുരൈ വ്ളോഗുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. വണക്കം. വിജയദശമി നോമ്പ് മുറിച്ച് അച്ചു 4ാമത്തെ റൗണ്ടിൽ അച്ചു തളരാതെ മുന്നോട്ട്. അബ്ദുൽ